പകർച്ചവ്യാധി ഭീഷണിക്കിടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ കസേരകളി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവുമായെത്തിയ ഡോക്ടർ റീനയ്ക്ക് താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മീനാക്ഷി കസേര ഒഴിഞ്ഞുകൊടുത്തില്ല. ഇതോടെ ഓഫീസ് സമയം മുഴുവനും എതിർവശത്തെ കസേരയിൽ ഡോക്ടർ റീന കാത്തിരുന്നു. കോടതി പറയുന്നത് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, പ്ലീസ്. ഞാൻ പോട്ടെ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. തർക്കത്തെ തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന പകർച്ചവ്യാധി പ്രതിരോധ യോഗം മുടങ്ങി. അതിനിടെ ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി MJ പ്രതീഷ് ചേരുകയാണ്. MJ പ്രതീഷ്, ഇനി യോഗത്തിന് പോകുന്ന സമയത്തെങ്ങാനും KJ റീന കയറിയിരുന്നാലോ എന്ന് കരുതി മാറിക്കൊടുക്കാത്തതാണോ? ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ ഇന്ന് രാവിലെ മുതൽ നടന്നത് നാടകീയമായ സംഭവങ്ങളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ KJ റീന രാവിലെ 10 മണിയോടുകൂടി തന്നെ ഓഫീസിൽ എത്തിയിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ സർക്കാർ താൽക്കാലിക ചുമതല നൽകിയ ഡോക്ടർ V മീനാക്ഷി ഓഫീസിൽ എത്തുകയും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കസേരയിൽ ഇരിക്കുകയുമായിരുന്നു. ഡോക്ടർ KJ റീന എത്തി കസേരയിൽ നിന്ന് മാറാൻ പറഞ്ഞെങ്കിലും ഡോക്ടർ V മീനാക്ഷി മാറാൻ തയ്യാറായില്ല. സർക്കാരാണ് തന്നെ നിയമിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുണ്ട് എന്നുമായിരുന്നു ഡോക്ടർ V മീനാക്ഷിയുടെ വാദം. തുടർന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ മറ്റൊരു കസേരയിൽ ഡോക്ടർ KJ റീന ഇരിക്കുകയായിരുന്നു. തുടർന്ന് ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ ഡോക്ടർ KJ റീന പുറത്തു പോകുന്ന സമയത്ത് മാത്രമാണ് ഈ ഡോക്ടർ V മീനാക്ഷി ആ കസേരയിൽ നിന്ന് മാറിയിട്ടുള്ളത്. കൂടുതലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഡോക്ടർ KJ റീന തയ്യാറായിട്ടില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് താനാണ് DHS താനാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മറുപടി മാത്രമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന നടത്തിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. കോടതി തീരുമാനം വരും വരെ ഓഫീസിൽ എത്തും എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഡോക്ടർ KJ റീന നടത്തിയിരിക്കുന്നത്. എന്തായാലും MJ പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പൊ ആശങ്ക ഒഴിയുകയാണ്. ആശുപത്രിയിൽ കഴിഞ്ഞ എല്ലാവരും ആശുപത്രി വിട്ടു.